നമസ്കാരം. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ചിലർക്ക് ജനിച്ച നാട്ടിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം അല്ലെ മെച്ചപ്പെട്ട് വരാനായിട്ട് യോഗം ഉണ്ടാവണമെന്നില്ല. അതവരുടെ ജാതകം പഠിച്ചെങ്കിൽ മാത്രമേ, ഗ്രഹനില പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത്തരക്കാർ ഇനിയിപ്പോൾ അത്തരക്കാർ അല്ല എന്ന് തന്നെ കരുതിക്കോട്ടെ. നമ്മൾ ജനിച്ച നാട്ടിൽ തന്നെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, പരിശീലനമൊക്കെ ശ്രദ്ധിച്ചു, ഒരു 28 ആയിട്ടും ജോലിയൊന്നും കിട്ടുന്നില്ല, മെച്ചപ്പെട്ട വരുമാനം, മെച്ചപ്പെട്ട സ്ഥിതിയൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട. ആ പ്രദേശത്ത് നിന്ന്, ആ സ്വദേശത്ത് നിന്ന് കുറേ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറി താമസിക്കാനായിട്ട് ശ്രമിക്കുക. അതൊരിക്കലും കുടുംബത്തെ എല്ലാം കൂടെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകേണ്ടതില്ല. നമ്മൾ സ്വയം ഒന്ന് പോയി മാറി താമസിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോഴത്തേക്കും നമുക്ക് സുരക്ഷിതമായിട്ടൊന്ന് കയറി കിടക്കാനായിട്ടൊരു ചെറിയ മുറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തിനൊപ്പം ഒരു ബെഡ് സ്പേസ് ഷെയർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വേണ്ടി വരും. അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ മെച്ചപ്പെടലിനായിട്ട്, അതായത് ജോലി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ആ ജോലിയിലൂടെ അല്ലെ വരുമാന മാർഗത്തിലൂടെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും അത് രക്ഷപ്പെടും. കാരണം നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത് സേഫ് സോണിൽ നിന്നുള്ളൊരു കളിയാണ്, സുരക്ഷിതത്വ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള കളിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും സ്നേഹത്തോടുകൂടി ഭക്ഷണം വിളമ്പി തരാനായിട്ട്, വിശേഷ ദിവസങ്ങളിൽ വസ്ത്രം വാങ്ങിച്ചു തരാനായിട്ട്, മൊബൈലിൽ റീചാർജ് ചെയ്യാനായിട്ടുള്ള പണം തരാൻ, ബൈക്കിൻ്റെ പെട്രോൾ അടിക്കാനായിട്ടുള്ള ക്യാഷ് തരാൻ, ഇതെല്ലാത്തിനും വീട്ടിൽ നമുക്ക് സംവിധാനങ്ങളുള്ളപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കയറി കിടക്കാനായിട്ടൊരു കൂരയുള്ളപ്പോഴത്തേക്കും നമ്മളൊരു സുരക്ഷിതത്വ ബോധത്തിലാണ് കഴിയുന്നത്. ആ സുരക്ഷിതത്വ ബോധം നൽകുന്ന ആ ഒരു സമാധാനം നമ്മളുടെ വർക്കബിലിറ്റിയെ കുറച്ച് കളയും. പക്ഷേ ആ വർക്കബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്വദേശത്ത് നിന്ന് മാറി താമസിക്കുന്നത് നല്ലതാണ്. ഈ സ്വദേശത്ത് നിന്ന് മാറി താമസിക്കുന്നതിലൂടെ മാത്രം രക്ഷപ്പെടുന്ന ചില ഗ്രഹനിലകളുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവരോട് ഞാൻ തീർച്ചയായിട്ടും പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം. ചിലരുടെ ഗ്രഹനില കാണുമ്പോൾ അറിയാം, നമുക്ക് വിദേശം പോകാനുള്ള ദീർഘകാലം, അതായത് അന്യദേശത്ത് താമസിച്ച് അന്യഭാഷാക്കാരോടൊത്ത് ജീവിച്ച് അന്യരുടെ ധനം ഉണ്ടാക്കാനായിട്ടുള്ള യോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പ്രവാസമാണ്. പ്രവാസ ജീവിതത്തിലൂടെയാണ് അത് ദീർഘകാലം വിദേശത്തും വിദേശബന്ധം ഉണ്ടാകാനും വിദേശത്ത് നിന്ന് പണം നാട്ടിലേക്ക് കൊണ്ടുവരാനുമുള്ള യോഗമുള്ള ഗ്രഹനിലയുണ്ട്. അവർ നാട്ടിൽ കിടന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അത്തരം ഒരു ഗ്രഹനിലയാണ്. പോകാനായിട്ടുള്ള അനുകൂല സമയം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പോകാനായിട്ടുള്ള കാര്യം ചെയ്യുക എന്നാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു ക്ലയൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, സാറ് പറഞ്ഞ പോലെയൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? സാർ ഒരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ വെളിയിൽ പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. സത്യത്തിൽ ഞാൻ മറന്നുപോയി. കാരണം അദ്ദേഹം വന്നത് വേറൊരു കാര്യത്തിനാണ്, എന്തോ ബിസിനസ്സിൻ്റെ കാര്യമോ ഒക്കെ സംസാരിക്കാൻ, ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിന് എന്തോ ആണ് വന്നത് പോലും. അപ്പം ഞാനത് റീഡയറക്റ്റ് ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ഓർക്കുന്നില്ല ശരിക്കും. അപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു പോലും, നിങ്ങൾ വിദേശത്തേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്, അത് ഇന്ന സമയത്തിനുള്ളിൽ നടക്കും എന്ന് പറഞ്ഞു. അതുപോലെ പോകാനായിട്ടുള്ള ചാൻസ് എല്ലാം റെഡിയായിരിക്കുന്നു, അത് പറയാനായിട്ടൊന്ന് കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് വിളിച്ചു. കഴിഞ്ഞ ദിവസം വന്ന് കണ്ടിട്ട് പുള്ളി പോവുകയും ചെയ്തു. പുള്ളിയും ഭാര്യയൊത്താണ് വന്നത്. കാരണം വിദേശം പോകണമെന്നുള്ളൊരു ചിന്ത പുള്ളിക്ക് അന്ന് ഉണ്ടായിട്ടേ ഇല്ല. കാരണം പുള്ളി ഭയങ്കര ഒരു ഫാമിലി മാനാണ്. ഇപ്പോൾ ഭാര്യ, 2 കുട്ടികൾ, ഇവരുടെ ആ ഇറങ്ങുന്ന ലോകത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതാണ് ജാതക യോഗം എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നാട്ടിൽ നിന്ന് ജോലി ചെയ്യാനും മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും പറ്റണമെന്നില്ല. ചിലർക്ക് സ്വദേശത്ത് നിന്ന് മാറി നിന്ന്, അത് ചില ഗ്രഹനിലകൾ കാണുമ്പോൾ അറിയാം നമുക്ക്, ഔട്ട് ഓഫ് ദ ഡിസ്ട്രിക്റ്റ് ആണോ, ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആണോ, അതുപോലെ തന്നെ ഔട്ട് ഓഫ് കൺട്രി ആണോ എന്നൊക്കെ, എത്ര നാളത്തേക്ക് നിൽക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ വിദേശത്തേക്ക് പോകുന്നത് ഏതാണ്ട് 10-20 വർഷം നിൽക്കാമെന്ന്, ചിലർക്ക് ഒരു 5-8 വർഷമൊക്കെ നിൽക്കാനായിട്ടുള്ള യോഗ കാണുള്ളൂ. അതിനുള്ളിൽ മാക്സിമം ഊറ്റിയെടുത്ത് നാട്ടിലേക്ക് വന്ന് നാട്ടിൽ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. ചിലർക്ക് 30-40 ഒക്കെ വർഷം, ചിലർക്ക് തിരിച്ചു പോരാൻ പറ്റാത്ത രീതിയിൽ ഉള്ള യോഗങ്ങളുമായിട്ടൊക്കെ പോകേണ്ട ചിലരുണ്ട്. അവർക്ക് നാടിനെയും വീടിനെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ശത്രുക്കളെയും വരെ പിരിഞ്ഞ് മാറി നിൽക്കാനായിട്ട് യോഗമുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അത്തരത്തിലേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പം ഇതൊരു പരിഹാരമാണ്. സ്വദേശത്ത് നിന്ന് മാറി നിൽക്കുക. അവിടെ
വെട്ടി അല്ലെങ്കിൽ പട പൊരുതി ജീവിക്കാനായിട്ടുള്ള തത്രപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ ജീവിതം മെച്ചപ്പെടും. പക്ഷെ അങ്ങനെയൊക്കെ മെച്ചപ്പെടുമ്പോഴത്തേക്കും നമുക്കൊരിതുണ്ട്, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ മെച്ചപ്പെട്ട അവസ്ഥയൊന്നും കാണിച്ച് നടക്കാനായിട്ടുള്ള യോഗം കിട്ടത്തില്ല. അത് തന്നെയാണ് നല്ലത്. കാരണം എല്ലാവരും പണം ഉണ്ടാക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ്. ഈ പണം ഉണ്ടാക്കുന്നത് നമ്മൾ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലെത്തുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം അല്ല ക്വാളിറ്റി ലൈഫ് കിട്ടാനാണ് എന്നൊരു ചിന്തയോടുകൂടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാവും. നന്ദി, നമസ്കാരം.